Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ട്രഡീഷണൽ കോട്ടയം സ്റ്റൈലിലുള്ള ബീഫ് ചാപ്സിന്റെ റെസിപ്പിയാണ്. ബീഫ് ചാപ്സ് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും പല റെസിപ്പികളാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ കോട്ടയം സ്റ്റൈലിലുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിലെ കല്യാണത്തിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയായിരുന്നു ബീഫ് ചാപ്സ്. അപ്പോൾ ആ സെയിം രുചിയിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കണ്ട് എല്ലാ ടിപ്സും ട്രിക്സും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. ആദ്യമായി തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് വലിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത 1 കിലോ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിന് കൂടെ തന്നെ സെപ്പറേറ്റ് ആയി കട്ട് ചെയ്തെടുത്ത കുറച്ച് ബീഫിന്റെ ഫാറ്റും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തതായി ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇടാം. ഇതിലേക്ക് 2 കറിവേപ്പില, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് 2 എണ്ണം. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്ലേറ്റിൽ കാണുന്ന മസാലകൾ നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് കുക്കറിലേക്ക് ഇടാം. അടുത്തതായി 1/2 ടേബിൾ സ്പൂൺ സോൾട്ട്, 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് ബീഫ് നന്നായിട്ട് കുക്കാകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് മിസ് ചെയ്യാണ്ട് ഫുള്ള് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ റെസിപ്പിക്കായിട്ട് നമ്മൾ ബീഫ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല കട്ടിയുള്ള തുടയിലെ പീസ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒട്ടും തന്നെ ഫാറ്റും പാടില്ല. അത്യാവശ്യം നല്ല തിക്കായിട്ട് 4 പീസായി കട്ട് ചെയ്ത് കുക്കറിലിട്ട് ബോയിൽ ചെയ്തതിന് ശേഷമാണ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ഫാറ്റും ഇല്ലാണ്ട് നല്ല കട്ടിയുള്ള പീസ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കോട്ടയത്ത് തന്നെ ചില ആൾക്കാർ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ബീഫ് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് ബോയിൽ ചെയ്യുന്നത്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ബീഫിന്റെ പീസുകൾ ചുരുണ്ടു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ മുഴുവനായിട്ട് പുഴുങ്ങിയതിന് ശേഷം നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒതന്റിക് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്ത രീതിയിൽ തന്നെ എക്സാക്ട്ലി ഫോളോ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി തന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ നെയ്യ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ മേടിക്കുന്ന പീസിൽ ഒട്ടും തന്നെ ഫാറ്റിലാണ് മേടിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് എക്സ്ട്രാ നെയ്യ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പിയുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ ബീഫ് ഫാറ്റ് ആഡ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഗൈസ്, നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം 1 വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 3 വിസിൽ നമ്മൾ സിമ്മറിലും ഇട്ടാണ് വേവിച്ചിരിക്കുന്നത്. അടുത്തത് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുത്ത് ബീഫ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളെ കുക്കറിനകത്ത് ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഉണ്ട്. ഇതെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്നതായിരിക്കും. നമുക്ക് കാണാമാതിരി നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളെ ബീഫ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ മാതിരി ഈ ഒരു കനത്തിലാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കേണ്ടത്. അത്യാവശ്യം തിന്നായിട്ട് തന്നെയാണ് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തേക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെക്കാം. അടുത്തതായി നമ്മൾ റെസിപ്പിക്ക് ആവശ്യമായുള്ള സോസ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രേവി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് അടുത്തായിട്ട് നോക്കാം. സ്റ്റവ് ഓണാക്കി ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവിലേക്ക് വെച്ചതിന് ശേഷം പാൻ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ ഇതിലേക്ക് ചെറിയ കഷ്ണം 3 കറുവപ്പട്ട, 5 കരയാമ്പൂ, 5 ഏലക്കായും കൂടെ നമുക്ക് ഓയിലിലേക്ക് ഇടാം. ഓയിലിലേക്ക് ഇട്ടുന്ന ഒരു 30 സെക്കൻഡ് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമ്മളുടെ സ്പൈസസ് റോസ്റ്റ് ആയതിനു ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വെച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ട് നമുക്ക് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ നമുക്കിടാം. അടുത്തായി ഒരു 5 വത്തലമുളക് നടുവേ കണ്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ 3 തല കറിവേപ്പില, ചതച്ചെടുത്ത 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് വളരെ തിന്നായി കട്ട് ചെയ്തെടുത്ത 4 സവോള, 3 പച്ചമുളക് നടുവേക്കിട്ടതും കൂടെ ഇട്ടതിന് ശേഷം
1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളുടെ സവോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ സവോളയുടെ പകുതിയോളം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലൂടെ തന്നെ ബീഫ് കുക്ക് ചെയ്ത ബീഫിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. ബാക്കിയുള്ള സവോള ഒരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ കാണുന്ന സ്പൈസസ് നമുക്ക് പാനിലേക്ക് ഇട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സവോളയായിട്ട് മിക്സ് ചെയ്ത് മിക്സിയിൽ അടിച്ചെടുത്ത മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അടുത്തതായി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് തിളച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് സ്റ്റവിൻ്റെ ഫ്ലെയിം സിമ്മറിലേക്ക് ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ മുകളിൽ വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളുടെ ബീഫ് ചാപ്സ് നല്ല അടിപൊളി ടേസ്റ്റാണ്. മസാലയൊക്കെ കറക്റ്റ് തന്നെയാണ്. അതുമാതിരി നമ്മളുടെ ബീഫ് നല്ല വെന്ത് നല്ല ടെൻഡറായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ഗ്രേവിയൊക്കെ നല്ല കൺസിസ്റ്റൻസി നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഈ സെയിം റെസിപ്പി സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി നല്ല അടിപൊളി സ്റ്റൈലിൽ ഒരു ട്രഡീഷണൽ കോട്ടയം സ്റ്റൈലിൽ ബീഫ് ചാപ്സ് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കുക. എല്ലാവരും അതുമാതിരി തന്നെ ഓരോ ലൈക്സ് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഈ റെസിപ്പി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നുള്ളതെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ഉള്ള റെസിപ്പീസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. So eat good food, stay healthy until I see you with a different video. Bye bye.